ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പാലക്കാട് കോൺഗ്രസ് വാർഡ് കൗൺസിലർ പ്രക്ഷോഭ് സി വത്സനെതിരെ ലൈംഗിക പീഡന പരാതി. പാലക്കാട് നഗരസഭ 24-ാം വാർഡ് കൗൺസിലർക്കെതിരെയാണ് ദളിത് യുവതിയുടെ പരാതി. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം നിരവധി തവണ പീഡിപ്പിച്ചെന്ന് അതിജീവത പറഞ്ഞു. ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോൾ ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് കഴിക്കാൻ നിർബന്ധിച്ചെന്നും അതിജീവത പറഞ്ഞു. എൽഎമാർ, എംപിമാർ തുടങ്ങിയവരുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറഞ്ഞു. എന്താണ് നിങ്ങൾ കൊടുത്ത പരാതി? പാലക്കാട് മുനിസിപ്പൽ കൗൺസിലറായ പ്രക്ഷോഭിൻ്റെ മുകളിലാണ് എതിരാണ് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. എന്തോന്ന് വെച്ചാൽ ഇയാൾ ജോലി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് തെറ്റായിട്ട് പെരുമാറിയായിരുന്നു. ഇതിനു മുമ്പായിട്ട് പ്രക്ഷോഭിൻ്റെ അച്ഛനും കൂടിയിട്ട് തെറ്റായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ഫുള്ളും നിൻ്റെ കാര്യങ്ങൾ ഫുള്ളും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വേറെ രീതിയിലായിരുന്നു സംസാരിച്ചത്. റൂമിൽ ആരും ഇല്ലാത്ത സമയത്ത് കയറി വരികയും ബലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് കയറി വരുന്നത് കൂടി എനിക്കറിയില്ല. അയാൾ വന്നിട്ട് വാതിൽ തട്ടുമ്പോഴാണ് എനിക്ക് ഇയാളെന്ന് മനസ്സിലാവുന്നത്. ബലപ്പെടുത്തിയിട്ട് എല്ലാം ചെയ്തു. കഴിഞ്ഞിട്ട് എനിക്കൊക്കെ MP MLA ഒക്കെ പരിചയമുള്ള ആൾക്കാരെ ജോലിയൊക്കെ എനിക്കതൊരു കാര്യമേ ഇല്ല, ഒക്കെ സെറ്റാക്കി തരാം, നീയൊന്നും പേടിക്കണ്ട, ഇതൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് കാറിൽ കയറ്റിക്കൊണ്ട് പോകണം, കാറിൽ വെച്ചിട്ടും പിന്നെ സൂര്യ റെസിഡൻസിൽ എടുത്തിട്ടും 2-3 പ്രാവശ്യം ഇതുപോലെ തന്നെ പേടിച്ചിട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഇടയിൽ പീരിയഡ്സ് ആയിട്ടില്ല. അപ്പോൾ ഇയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഡേറ്റ് ഇതായി എന്ന് പറഞ്ഞപ്പോൾ ശരി കൺസിഡർ ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് ഇയാൾ പറഞ്ഞു. പക്ഷെ എനിക്ക് എല്ലാ മാസവും കറക്റ്റ് ആവുന്നുണ്ടായിരുന്നു. ഇയാൾ പിന്നെ ടെസ്റ്റ് ഇതാക്കാൻ വേണ്ടിയിട്ട് ആ ടെസ്റ്റ് സംഭവം അത് വാങ്ങിച്ചു കൊടുത്തു. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ 2 കുടമാണ് കാണിച്ചത്. ഇയാളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അത് നെഗറ്റീവാണ്, കാര്യമാക്കേണ്ട വിട്ടോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടും 2ാമത്തെ മാസം ആയിട്ടും എനിക്കായിട്ടില്ല. അത് പറഞ്ഞപ്പോൾ ശരി ഹോസ്പിറ്റലിൽ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി. പക്ഷെ അവിടെ വെച്ചിട്ട് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമില്ല, പുറത്ത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ 10 സ്വപ്നൂർ അവിടെയൊക്കെ പോയിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അബോർഷൻ ചെയ്തിട്ട് വാങ്ങിച്ചു. എത്ര മാസം? ഇപ്പോൾ 56 ദിവസമായി. Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view News. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.